നമ്മൾ പുതിയൊരു സ്കിൻ കെയർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലീനപ്പ്, അതായത് എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്, എനിക്ക് അതിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു ക്ലീനപ്പ് വീഡിയോ അതാണ് എൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ വരുന്നുണ്ട്, വേറെ ആദ്യമല്ല, എൻ്റെ മോൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫേസ് വാഷ് ചെയ്യാൻ പോവാണ്. ഞാൻ ഫേസ് വാഷ് അല്ല യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരു ടീസ്പൂൺ ഹണി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു ടീസ്പൂൺ തൈരും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതുകൊണ്ടാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ തേനും തൈരും കൂടെ മിക്സ് ചെയ്ത കൊണ്ട് ഫേസ് വാഷ് ചെയ്യുവാണ്. ഇത് ഫേസിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നമുക്ക് ഫേസ് വാഷ് ആയിട്ട് മുഖത്ത് തേച്ചിട്ട് കഴുകി കളയാം, അല്ലാന്നുണ്ടെങ്കിൽ ഫേസ് മാസ്ക് പോലെ കുറച്ച് നേരം നമ്മൾ ഫേസിൽ വയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് ഫേസ് നന്നായിട്ട് പച്ചവെള്ളം കൊണ്ട് കഴുകി കളയണം. തേൻ ഹ്യൂമിക്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മുടെ സ്കിൻ നല്ലപോലെ ഹൈഡ്രേറ്റും ആകും. തൈര് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഫേസ് കുറച്ച് ബ്രൈറ്റും ആകും, ഫേസ് നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആവും. ഞാനിപ്പോൾ അതൊരു 5 മിനിറ്റ് മുഖത്ത് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഫേസ് നന്നായിട്ട് തുടയ്ക്കണം ടവല് വെച്ചിട്ട്. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ്, നോസിന്റെ ഇവിടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ്, പോർസ് ഒക്കെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്, ഓപ്പൺ ആവും, നമ്മുടെ സ്കിന്നിലെ പോർസ് ഒക്കെ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീമിങ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റീം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫേസ് സ്ക്രബ് ചെയ്യാൻ പോവാം. ബയോട്ടിക്കിന്റെ ഒരു റൈസ് വാട്ടർ നയാസിനമൈഡ് ഫേസ് വാഷ് ഉണ്ട്. ഇത് ചെറിയ പാർട്ടിക്കിൾസ് ഉള്ളതാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ സ്ക്രബ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾക്ക് ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യേണ്ടതാണ്. നമ്മൾ സ്ക്രബ് ചെയ്ത് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഫേസ് മാസ്ക് യൂസ് ചെയ്യണം. നമ്മുടെ പോർസ് ഒക്കെ ഓപ്പൺ ആയിരിക്കും.
അപ്പോൾ ഫേസ് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവാൻ നല്ല എളുപ്പമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് കഴിഞ്ഞ് ഫേസ് മാസ്ക് തീർച്ചയായും ചെയ്യേണ്ടതാണ്. നമ്മുടെ മൂക്കിൻ്റെ അവിടെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കും. ഫോർഹെഡ്, ചിന്നിൻ്റെ അവിടെ, ലിപ്സിന്റെ കോർണർ. അപ്പൊ ഞാൻ സ്ക്രബ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫേസ് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് മാസ്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മളൊരു വെറൈറ്റി ഫേസ് മാസ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് എൻ്റെ റെസിപ്പി അല്ല. യൂട്യൂബില് മിറിയം ജെയിംസ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു മാഡത്തിന്റെ ചാനലിൽ ഉള്ള ഒരു DIY ഫേസ് മാസ്ക് ആണ്. ആള് അടിപൊളി ഫേസ് മാസ്കും കാര്യങ്ങളൊക്കെയാണ് ആള് ചാനലിൽ കൂടെ ആളുടെ കണ്ടന്റ്. എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കുക, നല്ലതാണ്. ഒരുപാട് പൈസ ചെലവുള്ള കാര്യങ്ങളൊന്നും ആള് പറയാറില്ല. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഫേസ് മാസ്ക് ആണ് ആളുടെ ചാനലിൽ കിട്ടുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഫേസ് മാസ്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫേസ് മാസ്ക് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടുക്കാപ്പൊടി. ഇതാണ് നമ്മളുടെ ഇന്നത്തെ സ്റ്റാർ ഇൻഗ്രീഡിയൻ്റ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കടലമാവ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് മുൾത്താനി മിട്ടി, സാൻഡൽവുഡ് പൗഡറും ടർമറിക്കും ഇൻക്ലൂഡ് ആയിട്ടുള്ള ആർട്സ് ഗുഡ്നസിന്റെ ഒരു പൗഡറാണ്. ഇത് സെപ്പറേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എൻ്റെ ഇത് മിക്സഡ് ആയി ഉള്ളത് കൊണ്ട് ഞാനിത് എടുക്കുന്നു. ഓക്കെ, പിന്നെ നമ്മളിത് മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഗ്രീൻ ടീ കൊണ്ടാണ് ഞാൻ ഈ ഫേസ് മാസ്ക് മിക്സ് ചെയ്യുന്നത്. കടുക്കാപ്പൊടി കുറച്ച് എടുക്കുക. അതിലേക്ക് നമ്മൾ കടലമാവ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മളുടെ മുൾത്താനി മിട്ടി, സാൻഡൽവുഡ് പൗഡർ, പിന്നെ ടർമറിക്, നീമുള്ള ആർട്സ് ഗുഡ്നസിന്റെ പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഗ്രീൻ ടീ ഒഴിക്കുവാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമ്മുടെ ഫേസ് മാസ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നല്ല കട്ടിയിൽ ഫേസിൽ അപ്ലൈ ചെയ്യണം. ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യാം. എൻ്റെ ഈ ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും കൈ കൊണ്ട് അപ്ലൈ ചെയ്യുവാണ്. ഇത് ഫേസിൽ നല്ല രീതിയിൽ കട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മാസ്ക് നമ്മൾക്ക് കഴുത്തിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല പോലെ ബ്രൈറ്റ് ആവും. മീൻസ് സൺ ടാൻ മാറും. ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിയിൽ വേണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. സാധാരണ മാസ്ക് 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെയാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇത് നിങ്ങളുടെ ഫേസിൽ ഇത് ഡ്രൈ ആവുന്ന വരെ
ഫേസിൽ വെച്ചേക്കണം. പിന്നെ ഫേസ് വാഷ് ചെയ്യുമ്പം വെള്ളം കൊണ്ട് ചെറുതായ രീതിയിൽ സ്ക്രബ് ചെയ്ത് ഫേസ് മാസ്ക് നീക്കി കളയണം. കാഴ്ച കാണിച്ചു തരട്ടെ. നമ്മൾ നട്ടുണ്ടായ വെള്ളരിക്ക പറിച്ച അപ്പോൾ അത് ചീത്തയാതെ നമ്മൾ ചൊളയിൽ കെട്ടി ഇത് ഇങ്ങനെ തൂക്കിയിടും പഴുത്തു പോവാതെ. നമുക്ക് വിഷു ആകുമ്പോഴേക്കും കണി വയ്ക്കാനൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ എൻ്റെ ഫേസ് മാസ്ക് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫേസ് മാസ്ക് തേച്ച ശേഷം എല്ലാവരും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക തീർച്ചയായും. എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടെയൊക്കെ ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒരു ഫേസ് ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി ആ ഫേസ് ഹൈഡ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഗുഡ് വൈബ്സിന്റെ റോസിഡ് സിറമാണ്. ഇതെന്റെ ഫേവറേറ്റ് സിറമാണ്. ഇത് മാത്രം ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഓയിൽ ബേസ്ഡ് സിറമാണ്, പക്ഷെ വളരെ നല്ലതാണ്. മുഖം നല്ല ഹൈഡ്രേറ്റഡ് ആകും, പ്രത്യേകിച്ച് അണ്ടർ ഐസ്. അപ്പോൾ ഫേസ് മോയ്സ്ചർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.